ശരി, അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നതാണല്ലേ? ഹോട്ടൽ ബിസിനസ് ആവുമ്പോൾ കസ്റ്റമേഴ്സിനോട് നല്ല ക്ഷമയും വിനയവും വേണം. ഇതിനു മുൻപ് ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോ? സർ, ഞങ്ങൾ ആദ്യമായിട്ടാണ്. പക്ഷെ എന്ത് ജോലിയും ഞങ്ങൾ വൃത്തിയായി ചെയ്തോളാം. ക്യാഷ് കൗണ്ടർ നോക്കാനോ ഓർഡർ എടുക്കാനോ എല്ലാത്തിനും ഞങ്ങൾ റെഡിയാണ് സർ. അതെ സർ, പൈസക്ക് നല്ല ആവശ്യമുണ്ട് സർ. അക്കൗണ്ടിൽ 8 രൂപയേ ഉള്ളൂ. അരെ ജിത്തു, മിണ്ടാണ്ടിരിയടാ, നമ്മൾ ദാരിദ്ര്യം ഇവരെ അറിയിക്കല്ല. ഇയാളെന്തോ ഒന്നും മിണ്ടാത്ത? തനിക്കെന്നാ ഈ ഹോട്ടൽ ഫീൽഡിനെ പറ്റി അറിയാവുന്നേ? സാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുഡ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് നല്ല അറിവാ. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കലയാണ്. സാർ, നമ്മളെ ഹോട്ടലിൽ ഒരു കസ്റ്റമർ വന്നിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താൽ അയാൾക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെ കൊടുക്കണം. ചിക്കൻ ബിരിയാണി ചോദിച്ചാൽ പിന്നെ അത് തന്നെ കൊടുക്കണ്ടേ? ഇതിലെന്താ ഇത്ര വലിയ കാര്യം? സാർ, അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അയാൾ ചിക്കൻ ബിരിയാണി ചോദിക്കുമ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി എടുത്തു കൊടുത്താൽ അയാൾക്ക് ദേഷ്യം വരും. അത് ഹോട്ടലിന് ചീത്തപ്പേരാവൂലേ? അതുകൊണ്ട് കസ്റ്റമർ എന്ത് ചോദിക്കുന്നു അത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ബുദ്ധി. പഠിച്ചോനെ, ഇവനെന്തല്ലേ ഈ പറയുന്നത്? എടാ അൻവറെ, ഒന്ന് വായി പൂട്ടി വെക്കടാ. എന്താടോ, താൻ എന്താ കളിയാക്കുവാണോ? ശരി, എനിക്ക് ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളൂ. ഇവിടെ കഴിക്കാൻ വന്ന ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത ഫുഡിന്റെ അകത്ത് ഈച്ച ചത്ത് കിടക്കുന്നു. അയാൾ ബഹളം വെക്കുന്നു. ഒരു വെയിറ്റർ എന്ന നിലയിൽ നിങ്ങൾ എന്താ ചെയ്യുക? സർ, ഞാൻ ആദ്യം സോറി പറയും, എന്നിട്ട് ആ പ്ലേറ്റ് മാറ്റി വേറെ ഫുഡ് കൊടുക്കും. അയ്യേ, അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ജിത്തു. സർ, അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. കസ്റ്റമറിനെ നമ്മൾ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യണം. എങ്ങനെ? സർ, ഞാൻ അയാളുടെ അടുത്ത് ചെന്ന് വളരെ വിനയത്തോടെ പറയും, ചേട്ടാ, നിങ്ങൾ ഓർഡർ ചെയ്തത് വെറും 120 രൂപയുടെ ചിക്കൻ ഫ്രൈയാ. പക്ഷെ ഞങ്ങളുടെ ഹോട്ടൽ അതിലൊരു ഈച്ച ഫ്രൈ കൂടെ ഫ്രീ ആയി തന്നിരിക്കുകയാണ്. ഈ ഓഫർ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആ സിറ്റുവേഷൻ അങ്ങ് ഹാൻഡിൽ ചെയ്യും. എന്റെ അമ്മോ, ഫ്രീ ഓഫറാ? എടാ മരപ്പൊട്ട, അയാൾ നമ്മൾ അടിച്ചു കൊല്ലുവടാ. ഫ്രീ ഈച്ചയോ? 3 എണ്ണം ഇപ്പൊ ഇറങ്ങി പോയിക്കോളണം ഇവിടുന്ന്. എന്റെ ഹോട്ടൽ പൂട്ടിക്കാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നു 3 എണ്ണം. ജിനു, അൻവറെ, ഓടിക്കോടാ.